ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മഞ്ചേശ്വരത്ത് KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ശക്തമായ എതിർപ്പുമായി ഡിവൈഎഫ്ഐ. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേരിട്ട് എതിർപ്പ് അറിയിച്ചു. ഷാനവാസ് പദൂരിനെ മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യം. UDF-നെ സഹായിക്കുന്ന നിലപാട് ശരിയല്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും ഭീഷണിയുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ റിട്ടേൺ ആയിട്ട് പാർട്ടിയെ ജില്ലാ കമ്മിറ്റിക്ക് അറിയിച്ചിട്ടുള്ളത്. പൈവള്ളിക്ക് പഞ്ചായത്തുകളിലടക്കം കോലിബി സഖ്യം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് UDF പോയിട്ടുള്ളത്. അവരെ സഹായിക്കുന്ന നിലപാട് തെറ്റാണെന്നതിലേക്കാണ്. നല്ല മഞ്ചേശ്വരത്തിനെ സംബന്ധിച്ചിടത്തോളം പൊതു സ്വീകാരനായ സ്ഥാനാർത്ഥി നിർത്തിയാൽ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ യുവാക്കളുള്ളത്. ഇപ്രാവശ്യം പാർട്ടി വോട്ടുകൾ പാർട്ടിയിലേക്ക് തന്നെ എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ആ പൊതുസമ്മതനായ സ്ഥാനാർത്ഥി ആരാണെന്ന് മനസ്സിലായോ പ്രേക്ഷകർക്ക്? അത് ഷാനവാസ് പദൂർ. കോൺഗ്രസ് വിട്ടുവന്നതാണ്. ഷാനവാസ് പദൂർ ആണെങ്കിൽ SDP അടക്കമുള്ള സംഘടനകൾ പിന്തുണ നൽകുമെന്നും അങ്ങനെ വന്നാൽ അത് UDF-ന്റെ വിജയത്തെ ബാധിക്കുമെന്നും നന്നായിട്ട് അറിയാം. പക്ഷേ അവിടെ വിജയിച്ചു കയറാൻ സാധ്യതയുള്ളത് BJP ആണ്. ഷാനവാസ് പദൂരിനെ നിർത്തിയാൽ അവിടെ K. സുരേന്ദ്രന്റെ വിജയം ഏറെക്കുറെ ഉറപ്പാണ് എന്ന മട്ടിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. ആ സാഹചര്യത്തിലാണ് CPM സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക്, ജില്ലാ നേതൃത്വത്തിന് നിങ്ങൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, ഷാനവാസ് പദൂരിനെ നിർത്താത്തതിലുള്ള DYFI പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. എന്തെങ്കിലും ഇനി മാറ്റങ്ങൾ അവസാന നിമിഷം പ്രതീക്ഷിക്കണോ? കഴിയില്ലല്ലോ. ജയാനന്ദയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചില്ലേ? കാരണം ഷാനവാസ് പദൂരിനെ നിർത്തി അവിടെയുള്ള മുസ്ലിം വോട്ട് ഭിന്നിപ്പിച്ചാൽ നേട്ടം കൊയ്യുന്നത് BJP ആയിരിക്കും. BJPക്ക് വേണ്ടി അവിടെ ഷാനൂസ് പദൂരിനെ മത്സരിപ്പിച്ചുവെന്ന ആരോപണം നേരിടേണ്ടി വരും. അതാണോ CPM-നെ പ്രതിരോധത്തിലാക്കുന്നതും ഷാനവാസ് പദൂരിനെ മാറ്റാൻ തീരുമാനിച്ചതും? DYFI പ്രതിഷേധം കൊണ്ട് വല്ല കാര്യമുണ്ടോ അരുൺ? അരുൺകുമാർ, ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്നലെ ചേർന്ന CPM-ന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ KR ജയാനന്ദയെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അരുൺകുമാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടം മുതൽ CPM പരിഗണിച്ചിരുന്നത് മുൻ കോൺഗ്രസ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ഷാനവാസ് പാദൂരിനെയായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് ആദ്യം നൽകിയ പേരും ഷാനവാസ് പാദൂരിൻ്റെതാണ്. പിന്നീട് സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അത് ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ആശങ്ക സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതായത് ഷാനവാസ് പദൂർ മത്സരിച്ചാൽ ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ ഉൾപ്പെടെ നേടാൻ കഴിയും. പക്ഷേ അത് LDF-ന്റെ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ ആനുകൂല്യം ലഭിക്കുക BJPക്കായിരിക്കും. പ്രത്യേകിച്ച് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെയാണ് വീണ്ടും മഞ്ചേശ്വരത്ത് കളത്തിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനമെടുത്ത് BJP ഏതെങ്കിലും നിലയിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ CPM സംസ്ഥാന തലത്തിൽ തന്നെ വലിയ പ്രതിരോധത്തിലാകും. അതിൽ മറുപടി പറയേണ്ടി വരും. അങ്ങനെയാണ് സംസ്ഥാന സമിതി ഇതിൽ ജില്ലാ കമ്മിറ്റിയെ വീണ്ടും ഇത് സാഹചര്യം ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നിയോഗിച്ചത്. അങ്ങനെയാണ് ജില്ലാ കമ്മിറ്റി ഇത് വീണ്ടും ചർച്ച ചെയ്യുകയും ഭൂരിപക്ഷം പേരും KR ജയാനന്ദ എന്ന പേരിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ എതിർപ്പ് മണ്ഡലത്തിൽ ഉണ്ടാവുന്നത്. DYFI ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേരിട്ടെത്തി കത്ത് നൽകി. മറ്റ് പ്രവർത്തകരും നേരിട്ടെത്തി ഈ എതിർപ്പ് അറിയിക്കുന്ന സാഹചര്യമാണ്. അത് CPM-ൽ അസാധാരണമായ സാഹചര്യമാണ്. എന്തായാലും കൂടുതൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഷാനവാസ് പാദൂരിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകരുടെ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. CPM ഈ കാര്യങ്ങൾ പല തവണയായി ചർച്ച ചെയ്ത നേതൃത്വം ചർച്ച ചെയ്താണ് ഈ തീരുമാനത്തിൽ എത്തിയത് എന്നതാണ് ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ഈ കാര്യത്തിൽ വിശദീകരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് മഞ്ചേശ്വരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നാട്ടികയിൽ CPI-യിൽ CC മുകുന്ദനാണ് എതിർപ്പെങ്കിൽ മഞ്ചേശ്വരത്ത് DYFI-ക്കും എതിർപ്പുണ്ട് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ. ഷാനവാസ് പദൂരിനെ നിർത്തിയാൽ അവിടെ വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ പ്രശ്നം അവിടെ UDF-ഉം വിജയിക്കില്ല, LDF-ഉം വിജയിക്കില്ല എന്ന നില വന്നാൽ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ പുഷ്പം പോലെ വിജയിക്കാനുള്ള സാധ്യതയുണ്ടാവും. അത് തടയാൻ കൂടിയാണ് ഈ നേട്ടം എന്നുള്ളതാണ്. അത് K. സുരേന്ദ്രൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത്. BJP പ്രതിരോധിക്കാൻ UDF-ഉം LDF-ഉം ചേർന്നൊരു അണ്ടർസ്റ്റാൻഡിംഗ് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു എന്ന മട്ടിലായിരുന്നു K. സുരേന്ദ്രന്റെ പ്രതികരണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ